ഇന്ന് ഞാനിവിടെ സ്വീറ്റ് ഡിഷായ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയും 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും പിന്നെ 2 ഡ്രോപ്പ് ഫുഡ് കളറും കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി 3 ഗ്രാമ്പൂ ഫുഡ് കളറ് യെല്ലോ ഫുഡ് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട്. ഈ 3 ടേബിൾ സ്പൂൺ നെയ്യിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടാണ് നമ്മൾ ഈ റവ വറുക്കുന്നത്. ബാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യിലാണ് ഈ കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാഷ്നട്ട് ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്ന് മാറ്റാം. ഇതേ നെയ്യിൽ തന്നെ കിസ്മിസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതും നെയ്യിൽ നിന്ന് മാറ്റാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ റവ ഇതിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് റവ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. റവ ഇവിടെ കളറ് മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതേ പാൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ഈ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നാലേ ഇതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് വരത്തുള്ളൂ. ഇതിലേക്ക് തിള വന്നു തുടങ്ങുമ്പോഴേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. ഫ്ലെയിം വളരെ ലോയിൽ വേണം വെക്കേണ്ടത്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ റവ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. വളരെ ശ്രദ്ധിക്കണം. ഫ്ലെയിം വളരെ ലോയിൽ വേണം വെച്ചിട്ട് ചെയ്യേണ്ടത്. ഇനി അടപ്പൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഫുഡ് കളറും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര മെൽറ്റ് ആകുമ്പോഴേക്ക് ഇത് താനെ ലൂസായിക്കോളും. പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ സമയം ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി ഈ കേസരി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ചൂടോടെ തന്നെ നമ്മളിത് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേസരി ഇവിടെ തയ്യാറായി. ഇത് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. തണുപ്പിച്ചെടുക്കുമ്പോൾ ഈ കേസരിക്ക് പ്രത്യേക ടേസ്റ്റാണുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.